പ്രിയ കോശി അച്ഛൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് വർഷം 10 ഞങ്ങൾ ഒരുമിച്ചാണ് സെമിനാരിയിൽ പഠിച്ചത്. ഒരു ദിവസമാണ് ഷമ്മാശനായത്. അദ്ദേഹം ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും സീനിയർ മെമ്പറാണ്. ഭോപ്പാൽ ജോലി ചെയ്ത് വളരെ വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം PhD പഠനത്തിനായിട്ട് വന്നത് എന്നുള്ളത് കൊണ്ട് സെമിനാരിയിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും കോശിച്ചായനായിരുന്നു അദ്ദേഹം. എല്ലാവരാലും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കോശി അച്ഛൻ. പട്ടത്ത ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ദീർഘനാളുകൾ മെത്രാപ്പോലീത്തായുടെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. സുവിശേഷ സംഘത്തിൻ്റെ സെക്രട്ടറിയായും മറ്റ് വിവിധ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും അനുഗ്രഹീതമായി നിർവഹിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിവുള്ളതാണ്. ഒരു ബാച്ചിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ അടുത്ത ബന്ധവും സ്നേഹബന്ധവും ഒക്കെ പുലർത്തുവാൻ തക്കവണ്ണം എപ്പോഴും സാധിച്ചിട്ടുണ്ട്. പഠനം കഴിഞ്ഞതിന് ശേഷവും ആ സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവർക്കും തന്നെ എല്ലായ്പ്പോഴും ഇടയായിത്തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധന്യജീവിതത്തെ ഞങ്ങൾ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. ശാന്തനായി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ കാര്യങ്ങളും കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രകൃതം അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ള ഒരാൾക്കും കോശിയച്ഛനെ മറക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദീർഘനാളത്തെ ആ പരിചയം, അദ്ദേഹത്തിൻ്റെ വേർപാട് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ദുഃഖകരമാണെന്നുള്ള സംശയം. എങ്കിലും പരിചയമുള്ള എല്ലാവരും ആ സ്നേഹബന്ധം തുടരുന്നതിനും അദ്ദേഹത്തോടുള്ള ആ ബന്ധം തുടരുന്ന ആ മനസ്സിൽ ബന്ധം വെച്ചു പുലർത്തുന്നതിന് എപ്പോഴും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ ഏറ്റവും ശക്തമായ കൈത്താങ്ങൽ കൊടുത്തുകൊണ്ടിരുന്ന കൊച്ചമ്മയെ ഓർക്കും. കൊച്ചമ്മയുടെ വളരെ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള വലിയൊരു ശുശ്രൂഷകളുമുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ അച്ഛൻ്റെ ഇടവക ശുശ്രൂഷകൾ വളരെ ധന്യമായി തീർക്കുന്നതിന് ഇടയായിത്തീരുന്നുണ്ട്. എന്താണ് ഒരു ഇടവക ശുശ്രൂഷയിലൂടെ സാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ദർശനം പ്രിയപ്പെട്ട അച്ഛനുണ്ടായിരുന്നു. ജനത്തെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ബിൽഡ് ചെയ്യുന്നതാണ് ശുശ്രൂഷ, കെട്ടിടങ്ങൾ പണിത് കൂട്ടുന്നതല്ല എന്നുള്ള ദർശനത്തോടു കൂടെ തന്നെ അതൊക്കെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക്കായി കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ഏത് കാര്യവും ചെയ്യുവാനുള്ള പ്രത്യേക കഴിവും സാമർഥ്യവും വിനയവും സമർപ്പണവും ഇതെല്ലാം തന്നെ കൂടിച്ചേരുമ്പോൾ പ്രിയപ്പെട്ട കോശിയച്ഛനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർക്കുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ലഭിച്ചിട്ടുള്ള വലിയ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ ഓർമ്മ നമുക്ക് ശുശ്രൂഷയെക്കുറിച്ചുള്ള വ്യക്തത ലഭ്യമാകുന്നതിനും നമ്മുടെ സമർപ്പണം പുതുക്കുന്നതിനുമൊക്കെ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും നമ്മുടെ കൂടിയവരവ് ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഈ കൂടിയവരവ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കും.